ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ എന്താണ് റെഡിയാക്കുന്നത് എന്ന് കാണണ്ടേ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ റമദാൻ സ്പെഷ്യലായിട്ട് ഒരു എഗ്ഗ് ബോക്സാണ് റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് നമ്മളിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ അത്ര പാടൊന്നും ഇല്ലാത്ത ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 സവാളയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയാണിത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 പച്ചമുളക്. അപ്പോൾ നല്ല എരിവൊക്കെ കൂടുതൽ വേണമെന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ ചേർക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ടത് ഒരു 3 മുട്ട. ഈ 3 മുട്ട നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാൻ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പാൻ കേക്ക് റെഡിയാക്കാൻ നമുക്ക് 1.5 കപ്പ് മൈദ വേണം. പിന്നെ വേണ്ടത് ഒരു മുട്ട. അപ്പോൾ നമുക്ക് ഈ 1.5 കപ്പ് മൈദയും ഒരു മുട്ടയും അതുപോലെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേണം ഈ പാൻ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഇതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തേക്കാം. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഈ ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 സവാള അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ വഴഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നാലേ ഇത് നന്നായിട്ട് വഴഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉപ്പിട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വഴഞ്ഞ് കിട്ടും. ഒരുപാട് താമസമൊന്നും എടുക്കില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ചെയ്യുന്നത് ആദ്യം ഫുൾ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇങ്ങനെ ആവി വരുന്ന സമയത്ത് ഞാൻ തീ കുറച്ച് വെക്കും. എന്നിട്ട് അടച്ച് വെച്ചിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. ഇത് അടച്ച് വെച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നത്. മിക്കവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് വീണ്ടും തീ കുറച്ച് വെക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഈ സവാള നന്നായിട്ട് വഴഞ്ഞ് വരുന്നവരെ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുക. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ആ മുട്ട പപ്സിൻ്റെ അതേ ഫില്ലിങ് തന്നെയാണിത്. ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇനി ഉടൻ തന്നെ മുട്ട പപ്സിൻ്റെ ആ ഒരു റെസിപ്പി കൂടി ഇടുന്നുണ്ട്. നമുക്ക് ബേക്ക് ചെയ്ത് ഓവൻ ഇല്ലാതെ തന്നെ എങ്ങനെയാണ് മുട്ട പപ്സ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ ഉടൻ തന്നെ അതിൻ്റെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അധികമൊന്നും താമസിക്കില്ല, പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത് 3ഉം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വേറെ അഡീഷണലായിട്ട് വേറെ ഒരു പൊടികളൊന്നും ചേർക്കണ്ട. ഈ പൊടികൾ മാത്രം ചേർത്താൽ മതി. നല്ലൊരു ഫ്ലേവറാണ് ഇത് 3ഉം കൂടെ ചേരുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് നേരം ഒരു 2 മിനിറ്റോളം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് തീ കുറച്ച് വഴറ്റി വെച്ചിട്ട് നമുക്കിതങ്ങ് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അടച്ച് വെച്ചിട്ട് തുറക്കണ്ട. അപ്പോൾ ആ ഒരു ആവിയിലിരുന്ന് നന്നായിട്ടൊന്നുകൂടി ഒന്ന് വഴഞ്ഞ് കിട്ടും. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സവാളയുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ജാർ എടുക്കണം. ജാറിലേക്ക് നമുക്ക് ഈ 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ജാറിലാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇത് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നവരെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്ന അതേ കൺസിസ്റ്റൻസി. അപ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയാവരുത്. ഒരു മീഡിയം പരുവത്തിൽ വേണം ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയാവുകയാണെങ്കിൽ നമ്മുടെ ഈ എഗ്ഗ് ബോക്സ് ഒരുപാട് നമുക്ക് കഴിക്കുമ്പോൾ ഹാർഡായിട്ട് തോന്നും. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവമായിരിക്കണം. എന്നാൽ ഒരുപാട് ലൂസും ആയി പോവരുത് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ തവി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല പോലെ പരത്തിക്കോളൂ. ചെറുത് വേണ്ട, കുറച്ച് പരത്തിയാലേ നമുക്കിതൊന്ന് മടക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നല്ല ആ മുകൾ ഭാഗവും ഒന്ന് നന്നായിട്ട് വേകുന്നവരെ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതങ്ങ് എടുക്കാം. തിരിച്ച് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, ഈ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആവണം. വെന്തെന്ന് കണ്ടാൽ നമുക്കെടുക്കാം. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത് മുകൾ ഭാഗം മൊത്തം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. തിരിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡിയായി. നമ്മുടെ മുട്ട ഞാനിവിടെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്ത്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ്. ഇത് ഞാൻ ബ്രെഡ് എടുത്ത് പൊടിച്ചതാണ്. നമ്മുടെ വീട്ടിൽ ബ്രെഡ് എടുത്ത് പൊടിക്കുക, അത് തന്നെയാണ് ബ്രെഡ് ക്രംസ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഫില്ലിങ്ങും. അപ്പോൾ ആദ്യം നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഓരോ പാൻ കേക്കിലും നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ ഫില്ലിങ്, നമ്മുടെ സവാളയുടെ ആ ഒരു ഫില്ലിങ് സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. ഒരുപാട് അമിതമാവരുത്. അനുസരിച്ച് കുറച്ച് വെക്കുക. ഓവറായാൽ ഈ പെട്ടി പൊട്ടിപ്പോവും. അതുകൊണ്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോ മുട്ട ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇതേ രീതിയിൽ കണ്ടോ, ഒരു പെട്ടിയുടെ ആ ഒരു ഷേപ്പിൽ വേണം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, അപ്പോൾ ഒരുപാട് ചെറിയ പാൻ കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നല്ല വലുതായിട്ട് തന്നെ പാൻ കേക്ക് റെഡിയാക്കി എടുത്തോളൂ. അപ്പോൾ നമ്മുടെ ഒരു മുട്ടപ്പെട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പെട്ടികളും റെഡിയാക്കി എടുക്കാം. കണ്ടോ, നമ്മുടെ മുട്ടപ്പെട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇനി ചെയ്യാനുള്ള പ്രോസസ്സ്. അതായത് നിങ്ങൾ വേണമെങ്കിൽ മുട്ട ഒഴിക്കുന്ന കുറച്ചുകൂടി വലിയ ഒരു പാത്രത്തിൽ ഒഴിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബൗളിലോട്ട് ഒഴിച്ചത്. വളരെ കെയർഫുള്ളായിട്ട് മുട്ടയിൽ മുക്കിയെടുക്കണം. അപ്പോൾ വലിയൊരു പാത്രത്തിൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഒഴിക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇതിൽ മെല്ലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നതേ ഉള്ളൂ. ഡീപ്പ് ഫ്രൈ അല്ല, നമ്മൾ കുറച്ച് ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ആ ഒരു പുറം ഭാഗവും അകവും ഒന്ന് മൊരിഞ്ഞ് കിട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ച് കാണുക. ഇനി നമുക്ക് നമ്മുടെ ഓരോ മുട്ടപ്പെട്ടിയും ഇതിനുള്ളിലേക്ക് വച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓയിൽ നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ മുട്ടപ്പെട്ടിയും ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്യാവൂ. അപ്പോൾ നമ്മളെ ഓയിൽ ഇവിടെ നന്നായിട്ട് കണ്ടോ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് വളരെ ശ്രദ്ധിച്ച് ഓരോ മുട്ടപ്പെട്ടിയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു സ്പൂണിൻ്റെ സഹായത്തോടു കൂടി കണ്ടോ ഇതുപോലെ വേണം മറിച്ചിടാൻ. ഒരെണ്ണം വെച്ചിട്ട് മറിച്ചിടരുത്. ഒരു സ്പൂണ് കൂടി കരുതിയിട്ട് വേണം ഇതുപോലെ ഒന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഇരുവശവും ഇതുപോലെ ഗോൾഡൻ നിറം ആകുന്നവരെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടപ്പെട്ടി റെഡിയായി. തീർച്ചയായും ഇന്ന് തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ നോമ്പുതുറ വിഭവം, ഇന്നത്തെ ഈ വിഭവം ഇത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ പ്ലീസ്. ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തിയേരെ.
അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞ് എൻ്റെ വീഡിയോ കാണാൻ പറ്റില്ല. നിങ്ങൾ കൂടെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം.